ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള ശതകുപ്പ ഇല അഥവാ ദിൽ ലീവ്സ് വെച്ചിട്ട് നമുക്കൊരു തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മുംബൈയിലൊക്കെ ഇത് വളരെ സുലഭമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി വേണം. ഇവിടെ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. സവാളയും ടൊമാറ്റോയൊക്കെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഈ ഇല ഞാൻ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ട് വെള്ളം തോത്തിയെടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ ഇല ഇതിൻ്റെ തണ്ടിൽ നിന്നും പറിച്ചെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്കിത് അരിഞ്ഞെടുക്കാം, അതല്ല എങ്കിൽ ഇതേപോലെ പറിച്ചെടുത്താൽ മതിയാകും. ഈ ഇലയൊക്കെ നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ജീരകവും അരമുറി സവാള, കുറച്ച് ഉപ്പും ഒരു പച്ചമുളകും ചേർത്ത് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഉപ്പ് ചേർക്കുന്നത് പെട്ടെന്ന് സവാള വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ച് വേവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സവാളയിലെ വെള്ളമായം ഒക്കെ മാറി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കണം. അതിനായി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ദിൽ ലീവ്സും കൂടി കുറേശ്ശെയായി ചേർത്ത് 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലെ വെള്ളമയം മാറ്റി നമ്മൾ എടുക്കണം. ഈ ഇല ഓൾറെഡി ഒന്ന് കുഴഞ്ഞിരിക്കുകയായിരിക്കും. അപ്പം നമ്മൾ ചിക്കി എടുക്കണം. അപ്പോൾ അതിന് ആ വെള്ളനനമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ കുഴപ്പമില്ല. അതായത് ദിൽ ലീവ്സ് ബാജി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചപ്പാത്തിക്കൊപ്പം കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിനൊരു പ്രത്യേക മണവും ഉണ്ട്. വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് ശതകുപ്പ ഇല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.